കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. ഇപ്പോൾ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ 3 സെക്ഷൻ 14 മുതൽ 24 വരെയാണ്. ഇപ്പോൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ 3 അധ്യായം 3 സെക്ഷൻ 14 മുതൽ 24 വരെയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007 മെയ് 4 നിലവിലെ KSDAMയുടെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17. അപ്പോൾ നിലവിലത്തെ KSDAMയുടെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റു അംഗങ്ങൾ കൃഷി മന്ത്രി മെമ്പറും ചീഫ് സെക്രട്ടറി CEO-യും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പറും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറും കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ മെമ്പർ സെക്രട്ടറിയുമാണ്.